ദുർഗ, വരുൺ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വരുണിന്റെ ചെറിയച്ഛനും കുടുംബത്തിനും വരുണിനോടും രാധികയോടുമാണ് പകയും വൈരാഗ്യവും. യെസ്, കണിമംഗലം അയാൾ തിരിച്ചു പിടിച്ചപ്പോഴും അയാൾ വെച്ച ഡിമാൻഡിന്റെ അർത്ഥം അതായിരുന്നല്ലോ. രാധികയോട് ചന്ദ്രശേഖരന് വ്യക്തമായ വിരോധം ഉണ്ടായിരുന്നതുകൊണ്ട് ആ വിരോധം രാധികയുടെ അമ്മയോട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചന്ദ്രശേഖരന് ശ്യാമ മേഡവുമായി പ്രശ്നമൊന്നും ഇല്ലെന്ന് വരുൺ പറഞ്ഞു. പക്ഷെ അത് അയാളുടെ നല്ല മനസ്സിന്റെ തോന്നൽ മാത്രം. ആക്ച്വലി സംഭവിച്ചിരിക്കാൻ എന്താ സാധ്യത? വളഞ്ഞ വഴിയിലൂടെ അയാൾ കണിമംഗലം പിടിച്ചടക്കുന്നു. അവിടെ നിന്ന് എന്നേക്കുമായി രാധികയും വരുണിനെയും പുറത്താക്കുന്നു. സ്വാഭാവികമായും അവര് പ്രതീക്ഷിക്കുന്നത് വരുണിന്റെ തകർച്ചയാണ്. എക്സാക്ട്ലി. ഇനി ചന്ദ്രശേഖരൻ ഇതിന്റെ ഭാഗമല്ലെങ്കിൽ കാലം കുറയായി ശ്യാമ മേഡത്തിന്റെ സ്വത്ത് മോഹിച്ചിരുന്ന ഐശ്വര്യ എവിടെയോ മറഞ്ഞിരുന്ന് അവരുടെ കൂർമ്മ ബുദ്ധി പ്രവർത്തിച്ചതുമായിരിക്കാം. ഐശ്വര്യ ഇപ്പം നമ്മുടെ മുമ്പിലില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് തൽക്കാലം ചന്ദ്രശേഖരന് പുറകെ ഒന്ന് സഞ്ചരിക്കാം. ദുർഗമോള, അമ്മോളെ പറഞ്ഞോ. നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങള് ശ്യാമ മേഡം നടത്തിയിരുന്ന സ്കൂളിന്റെ തൊട്ടടുത്തുള്ള കുറച്ച് ആളുകളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. അക്ഷര കൂടെ ഉണ്ട്. ചന്ദ്രശേഖരൻ, കണിമംഗലം ചന്ദ്രശേഖരൻ, വരുണിന്റെ ചെറിയച്ഛൻ. ശ്യാമ മേഡത്തിന്റെ മരണത്തിന് ശേഷമുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡ് നമുക്കൊന്നറിയണം. ശരി, ഓക്കെ മോളെ. നിങ്ങൾ അല്പം മാറി അവരെ വാച്ച് ചെയ്യുന്നതാണ് നല്ലത്. അക്ഷരയും അഖിലും പോട്ടെ. എല്ലാം പറഞ്ഞ പോലെ ചെയ്യാം മോളെ. ഓക്കെ. കണിമംഗലം ചന്ദ്രശേഖർ, അതാണ് അടുത്ത നമ്മളുടെ ടാർഗറ്റ്. രാധികയോട് കാര്യങ്ങൾ പൂർണ്ണമായി ചോദിച്ച് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ അവൾക്കായിട്ടില്ല. നമ്മൾ ഇനി ഇവിടെ നിൽക്കേണ്ടി വരും. അതിനിപ്പോ എന്താ ഒരു വഴി? അതിന് വഴിയുണ്ട്.